നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1185 ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് ചാപ്റ്ററിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഇതുവരെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് അനബിൾ ചെയ്ത് വെച്ചേക്ക്. എന്നാലേ ഇതുപോലത്തെ വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. സോ ഞാനധികം പറഞ്ഞു വേർപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് പോകാം. കവർ സ്റ്റോറിയിൽ നമുക്ക് ബോവ ഹാൻകോക്കിനെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കാൻഡിലിനെയും അതുപോലെ തന്നെ നമ്മുടെ ബ്രൂക്കിനെയും കാണിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ കിങ് റൂവൻ നമ്മുടെ കാൻഡിലിനോട് പറയുന്നത് കാണാം നമ്മുടെ ബ്രൂക്കിനെ തൻ്റെ അസിസ്റ്റൻ്റ് ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രൂക്കിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ കാൻഡിലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ബ്രൂക്കിൻ്റെയും ഒരുപാട് മോണ്ടേജസ് കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ കാൻഡിലും ബ്രൂക്കും ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ബ്രൂക്ക് അവിടെ കണ്ടിട്ടുള്ള സുന്ദരികളായ ഗേൾസിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞ് ടീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരാളോട് നമ്മുടെ ബ്രൂക്ക് തൻ്റെ പാൻറ്റി കാണിച്ചു കൊടുക്കാൻ പറയുന്നതും കാണാം. അതിനുശേഷം നമ്മുടെ കാൻഡിൽ നമ്മുടെ ബ്രൂക്കിനെ ഷൗട്ട് ചെയ്യുന്നതും കാണാൻ കഴിയും. പിന്നെ നമ്മുടെ കാൻഡിൽ ബ്രൂക്കിനെ സ്കൂളിൽ വെച്ചാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് നമ്മുടെ കാൻഡിൽ ബ്രൂക്കിനോട് പറയുന്നത് കാണാം, നിനക്കെന്താ മറ്റുള്ള കുട്ടികളെ പോലെ യൂണിഫോം ഒക്കെ ധരിച്ചാലെന്ന് ചോദിക്കുന്നത് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മുടെ ബ്രൂക്ക് പറയൂ, അപ്പോൾ എനിക്ക് എൻ്റെ മ്യൂസിക്കിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് നമ്മുടെ ബ്രൂക്ക് പറയും. അതിനുശേഷം നമ്മുടെ ബ്രൂക്ക് തൻ്റെ ഗിറ്റാറും കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നത് നമ്മുടെ കാൻഡിൽ നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ബ്രൂക്കിനോട് അസൂയാണ്, നമ്മുടെ കാൻഡിലുമായിട്ട് ഇത്രയും അടുത്ത് ഇടപഴകാൻ പറ്റുന്നത് കൊണ്ട് തന്നെ. പിന്നെ ഒരു പാനലിലായിട്ട് നമ്മുടെ ബ്രൂക്കും കാൻഡിലും കൂടി ഒരുമിച്ചിരുന്ന് ട്രെയിനിങ് ചെയ്യുന്നത് നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ബ്രൂക്കിനോട് കാൻഡിൽ പറയുന്നത് കാണാം, തനിക്ക് ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോഫ്റ്റ് സ്കിൽസ് ഇത്രയും പഠിച്ചതെന്നാണ് നമ്മുടെ കാൻഡിൽ ഇവിടെ നമ്മുടെ ബ്രൂക്കിനോട് പറയുന്നത്. അത് കേട്ടതും നമ്മുടെ ബ്രൂക്ക് ചോദിക്കും, അത് ഞാനാണോ എന്ന്. അതിപ്പം തന്നെ നമ്മുടെ ബ്രൂക്കിനോട് നമ്മുടെ കാൻഡിൽ ഷൗട്ട് ചിരിച്ച് പറയുന്നുണ്ട്, എന്തായാലും നീ അല്ല. പിന്നെ ഒരു സീനിൽ നമ്മുടെ ബ്രൂക്ക് നമ്മുടെ കാൻഡിലിനോട് തൻ്റെ പാൻറ്റീസിൻ്റെ കളറിനെ കുറിച്ചും മെൻസിൻ്റെ പാൻറ്റീസാണോ ഇടാറെന്നൊക്കെ ചോദിക്കുന്ന ഒരു സീന് നമുക്കിവിടെ കാണാം. അപ്പം നമ്മുടെ ബ്രൂക്കിനെ നമ്മുടെ കാൻഡിൽ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മുടെ ബ്രൂക്ക് ചോദിക്കും, ഒന്ന് എനിക്ക് നിൻ്റെ പാൻറ്റീസ് കാണാൻ കഴിയുമോ എന്ന്. പക്ഷേങ്കിൽ നമ്മുടെ കാൻഡിൽ അപ്പം തന്നെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ തൊട്ടടുത്തുള്ള ഒരു സീനിൽ നമ്മുടെ ബ്രൂക്കിനെയും അതുപോലെ തന്നെ നമ്മുടെ ഷുറീനെയാണ് കാണിക്കുന്നത്. ഈ ഒരു സീനിൽ നമ്മുടെ ഷുറിയും ബ്രൂക്കും കൂടി നമ്മുടെ കാൻഡിലിനെ കുറിച്ചും അതുപോലെ തന്നെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് നമ്മുടെ എക്സ്പെരിയ കിങ്ഡത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തിനെ കുറിച്ചുമാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ ബ്രൂക്ക് നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് നമ്മുടെ കിങ്ഡത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ കാൻഡിൽ വളരെയധികം സീരിയസ് ആവുകയും അതുകൊണ്ട് തന്നെ അത് കാരണം നമ്മുടെ കാൻഡിലിന് ചെറിയൊരു അസുഖം പിടിപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് നമ്മുടെ ബ്രൂക്ക് ഇവിടെ ഷുറീനോട് പറയുന്നത് നമുക്ക് കാണാം. ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ കിങ് റൂവന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തങ്ങളുടെ എൻഗേജ്മെൻറ്റ് പ്രഖ്യാപിക്കും. ആ ഒരു സംഭവത്തോടു കൂടി നമ്മുടെ കിങ്ഡം വീണ്ടും ഒരു ഹാപ്പിനെസ്സിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ എന്തോ ഒരു ഫോഗ് പെട്ടെന്ന് അവിടെ അപ്പിയർ ആകുകയും ആ ഒരു ഫോഗ് കാരണം നമ്മുടെ കിങ്ഡത്തിലുള്ള എല്ലാ ജനങ്ങളും വളരെയധികം കഷ്ടപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. അവരുടെ കിങ്ഡത്തിലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കാൻ ആരും ഇല്ലാതായി. കാരണം എല്ലാവർക്കും ഈ ഒരു ഫോഗ് വന്നതോടു കൂടി ബ്ലഡ് കോഫ് ചെയ്യാനും അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ, ഓരോ തരത്തിലുള്ള രോഗങ്ങൾ വന്ന് ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനും അതുപോലെ പാട്ട് പാടാനൊന്നും ആർക്കും പറ്റുന്നില്ല. മെയിനായിട്ട് എല്ലാവർക്കും വരുന്നത് നല്ല രീതിക്കുള്ള ചുമയാണ്. ഈ ഒരു ചുമയോടുകൂടി പലർക്കും തങ്ങളുടെ ജീവൻ വരെ നഷ്ടമായിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രൂക്കിൻ്റെയും പ്രിൻസസ് ഷുറിയുടെയും കുറച്ച് സീൻസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു സീനിൽ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ പ്രിൻസസ് ഷുറി നമ്മുടെ ബ്രൂക്കിനോട് ചോദിക്കുന്നത്, എൻ്റെ ലൈഫ് ഡേഞ്ചറിലാണെങ്കിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ എന്ന്. അപ്പോൾ നമ്മുടെ ബ്രൂക്ക് തീർച്ചയായിട്ടും പറയും. അപ്പം നമ്മുടെ ഷുറി പറയുന്നത് കാണാം, അത് ഞാൻ അവരുടെ മകളായത് കൊണ്ടല്ലേ എന്ന്. ആ ഒരു ടൈമിൽ നമ്മുടെ ബ്രൂക്ക് സ്റ്റക്കായി പോകും, പെട്ടെന്നൊന്നും പറയാൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷുറിക്ക് ദേഷ്യം പിടിക്കുകയോ അതിനുശേഷം നമ്മുടെ ബ്രൂക്ക് ഒരു കാൻഡിൽ കൊടുത്ത് നമ്മുടെ ഷുറിനെ സമാധാനപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ഈ ഒരു സീനിൽ തന്നെ നമ്മുടെ ബ്രൂക്കിൻ്റെയും ഷുറിയുടെയും ബോണ്ട് എത്രമാത്രമായിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ നമ്മുടെ ബ്രൂക്ക് നമ്മുടെ പ്രിൻസസ് ഷുറിക്ക് പ്രത്യേക ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ കുറച്ച് മോണ്ടേജസ് ആയിട്ട് നമ്മുടെ പ്രിൻസസ് ഷുറിൻ്റെയും അതുപോലെ തന്നെ ബ്രൂക്കിൻ്റെയും കുറച്ച് മൊമെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. അവർ രണ്ടുപേരും ഒരുമിച്ച് ടൈം ചിലവഴിക്കുന്നതായിട്ട്. പിന്നെ അടുത്ത സീനിൽ നമ്മുടെ എക്സ്പെരിയ കിങ്ഡത്തിൽ ബാധിച്ചിട്ടുള്ള ആ ഒരു ഫോഗ് വന്നതിന് ശേഷമുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെയൊക്കെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രയ്ക്ക് ദയനീയമായ അവസ്ഥയായിരുന്നു അവിടെ. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കിങ്ഡത്തിൽ ഒരുപാട് പേർക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയോ ആ ടൈമിലാണ് നമ്മുടെ കാൻഡിൽ വന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നമൊക്കെ ഉടൻ തന്നെ മാറുന്നതായിരിക്കുമെന്ന്. പക്ഷേങ്കിൽ അടുത്ത പാനലിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കാൻഡിൽ മരിച്ചതിന് ശേഷമുള്ള ഒരു ഫോട്ടോ ആണ്. സോ ഈ ഒരു സംഭവത്തോടെ തന്നെ നമ്മുടെ കിങ്ഡത്തിലുള്ള പലരുടെയും കോൺഫിഡൻസ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കാരണം നമ്മുടെ കാൻഡിൽ എക്സ്പെരിയ കിങ്ഡത്തിൻ്റെ ഒരു ട്രഷർ പോലെയായിരുന്നു, അതാണ് ഇപ്പോൾ ഇല്ലാതായത്. ഇതിനുശേഷം നമ്മുടെ കാൻഡിലിൻ്റെ ഒരു സംസ്കാര ചടങ്ങും അതുപോലെ തന്നെ നമ്മുടെ കിങ് റൂവനും അതുപോലെ തന്നെ നമ്മുടെ ഷുറിയും ഒക്കെ കരയുന്ന ഒരുപാട് സീൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസിൻ്റെ സെലസ്റ്റിയൽ ട്രിബ്യൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് എക്സ്പെരിയ കിങ്ഡത്തിനെ സമീപിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ കൊണ്ട് തന്നെ അവർക്ക് ഈ വർഷത്തെ സെലസ്റ്റിയൽ ട്രിബ്യൂട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ
ട്രിബ്യൂട്ടിന് പകരമായിട്ട് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് 1000-ഓളം ജനങ്ങളെ സ്ലേവ് ആയിട്ട് ആവശ്യപ്പെടും. ഈ ഒരു സംഭവം നമ്മുടെ കിങ് റൂബൻ ഒരിക്കലും അംഗീകരിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെതിരെ വാർ ഡിക്ലെയർ ചെയ്യും. അതിനുശേഷം ഉള്ള ടൈമിൽ നമ്മുടെ ബ്രൂക്ക് അവിടെയുള്ള ജനങ്ങളെയൊക്കെ സമാധാനിക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് എക്സ്പെരിയ കിങ്ഡത്തിലേക്ക് വരികയും ചെയ്യും. നമ്മുടെ വേൾഡ് ഗവൺമെൻറ് ഫോഴ്സ് കണ്ടിട്ട് നമ്മുടെ കിങ്ഡത്തിലുള്ള എല്ലാവരും ഞെട്ടിപ്പോയി. അത്രയധികം ആൾക്കാരെയും കൊണ്ടാണ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ എക്സ്പെരിയ കിങ്ഡത്തിലേക്ക് വന്നത്. ഈ ടൈമിൽ നമ്മുടെ ബ്രൂക്ക് നമ്മുടെ പാലസിലേക്ക് റഷ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ടൈമിൽ നമ്മുടെ ബ്രൂക്കിൻ്റെ മുന്നിൽ വരുന്ന മെറീൻ ഓഫീസേഴ്സിനെയൊക്കെ നമ്മുടെ ബ്രൂക്ക് ഈസി ആയിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്യും. നമുക്ക് ബ്രൂക്ക് മെറീൻ സോൾജേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ സീൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. അതിനിടയിൽ നമ്മുടെ പ്രിൻസസ് ഷൂറിയും അതുപോലെ തന്നെ കിങ് റൂബനും തമ്മിൽ ആർഗ്യൂ ചെയ്യുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. നമ്മുടെ പ്രിൻസസ് ഷൂറിക്ക് ഫ്രണ്ട് ലൈനിൽ നിന്ന് ഫൈറ്റ് ചെയ്യണം, പക്ഷേ നമ്മുടെ റൂബൻ അത് സമ്മതിക്കുന്നില്ല. ഇതാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്. പിന്നെ അതിനുശേഷം നമ്മുടെ ബ്രൂക്ക് പാലസ് എത്തുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രൂക്ക് അവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻസസ് ഷൂറി നമ്മുടെ കിങ് റൂബനെ സ്റ്റാബ് ചെയ്ത് നിലത്തിട്ടതായിട്ട് കാണാം. പക്ഷേ നമ്മുടെ ഷൂറിയുടെ ബാക്കിൽ ഒരു വിങ്സോ അതുപോലെ തന്നെ ഷൂറിക്ക് ഹോൺസോ ഉള്ളതായിട്ട് ഇവിടെ നമുക്ക് കാണാം. സോ നമ്മുടെ ഷൂറിനെ ആരോ ഡോമി റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കിങ് റൂബൻ്റെ ബാക്കിലും കാണാൻ കഴിയും ഒരു വിങ്സ് ഒക്കെ. പിന്നെ നമ്മുടെ ഷൂറിയുടെ ബാക്കിലായിട്ട് പുതിയൊരു ക്യാരക്ടറിനെ നമുക്ക് കാണാം. അതിൻ്റെ മുഖം കൃത്യമായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. അത് ഒരുപക്ഷെ ഹോളി നൈറ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം നമ്മുടെ മാർസിനെയും അപ്പുറത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ കെയർ ചെയ്യാത്തത് പോലെയാണ് നമ്മുടെ ഈ ഒരു ക്യാരക്ടർ അവിടെ ഇരിക്കുന്നത്. ഒന്നെങ്കിൽ ഹോളി നൈറ്റ് അല്ലെങ്കിൽ ഒരു അഡ്മിറൽ. ഇതിലേതെങ്കിലും ഒരാളാവാനാണ് ചാൻസ് കൂടുതൽ. കാരണം നമ്മുടെ മാർസിന് പ്രത്യേകിച്ചൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എനിക്കൊരു കെയർ ഇല്ലാത്ത പോലെയാണ് നമ്മുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഇരിപ്പ്. പിന്നെ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ബ്രൂക്കിനോട് നമ്മുടെ ഷൂറി ചോദിക്കൂ, നമ്മുടെ വാർ അവസാനിച്ചില്ലേ, കിങ്ങിൻ്റെ മരണത്തോടു കൂടി ബ്രൂക്കിനോട് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നതോടെ നമ്മുടെ ചാപ്റ്റർ എൻഡ് ആവുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഈ ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ബ്രൂക്കിൻ്റെ ഷൂറിൻ്റെ കാറ്റിലിൻ്റെയൊക്കെ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സും അതുപോലെ തന്നെ സാഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സും കാണാൻ കഴിഞ്ഞ് നമ്മുടെ ഷൂറി എങ്ങനെയാണ് നമ്മുടെ കിങ് റൂബനെ കൊന്നതെന്നൊക്കെ ഇവിടെ റിവീൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ക്യാരക്ടറിൻ്റെ കാര്യത്തിലുള്ള ഒരു ഡൗട്ട് മാത്രമാണുള്ളത്. അത് പുതിയൊരു ക്യാരക്ടറാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അത് ആരാണ്, ഹോളി നൈറ്റ് ആണോ അഡ്മിറൽ ആണോ, ഇതൊന്നും റിവീൽ ആയി കിട്ടണോ? അത് പിന്നെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ എക്സ്പെരിയ കിങ്ഡത്തിൽ ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള കാരണം കൂടി എന്തായിരിക്കും എന്നും നമുക്കൊന്ന് മനസ്സിലാക്കണം. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്ക്. ഇതുപോലെ നമ്മുടെ വൺ പീസിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള മാഗാസിനെ കുറിച്ചുള്ള തിയറീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ചാനലിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിൽ പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാലും മാത്രമേ നമുക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.